അവിടെ കുറച്ച് ഒരു ക്ലാഷ് വന്നു. ആ ബിസിനസ് പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് പോലും വന്നു. മിക്ക ബിസിനസ്സുകളും സെക്കൻഡ് ജനറേഷൻ ഏറ്റെടുക്കുമ്പോൾ പൊട്ടിപ്പോവുകയാണ്. അതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം? പല വിജയിച്ച ബിസിനസ്സുകളും സെക്കൻഡ് ജനറേഷനിലേക്ക് തേർഡ് ജനറേഷനിലേക്ക് എത്തുമ്പോഴേക്കും പലപ്പോഴും പൂട്ടിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോൾ ക്ലാരിറ്റി നേരത്തെ ഡിഫൈൻ ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഞാൻ കണ്ടൊരു ബിസിനസ്, വലിയ ബിസിനസ്സാണ്, പക്ഷെ ഫാദർ പെട്ടെന്ന് മരിച്ചുപോയി. ഏതാനും സഹോദരങ്ങളും ഒക്കെയാണത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഒരു ക്ലാഷ് വന്നു. ആ ബിസിനസ് പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് പോലും വന്നു. അത് വരാനുണ്ടായ പ്രധാന കാരണം ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഫാമിലി ബിസിനസ്സിൽ ഫാമിലിയിൽ എല്ലാവരും എല്ലാ മക്കളും എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് റോളുകൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് നമ്മുടെ ജനറേഷനും അപ്പുറത്തേക്ക് അതിന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു സ്കെയിലബിൾ സസ്റ്റൈനബിൾ ബിസിനസ് ആക്കിയിട്ട് ആദ്യം സെറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സക്സഷൻ പ്ലാനിങ്ങിൽ ആരെയാണോ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവരെ നേരത്തെ തന്നെ ഒരു ലീഡേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. പോളിസി ആവട്ടെ, വിഷൻ ആവട്ടെ, ആ ഒരു ഫാമിലി മാനേജ്മെൻറ്റിൽ ഫാമിലി ബിസിനസ്സിൽ മാനേജ് ചെയ്യേണ്ട ആളുകൾ നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്കൊരു 50 വയസ്സ് 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടാറ്റ ആണെങ്കിലും ബിർള ഹൗസ് ആണെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറേ ജനറേഷൻ ഇപ്പുറത്തും ആ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സ്കെയിലബിൾ ഇൻഫ്രാസ്ട്രക്ചറും റോളിറ്റിയിലുള്ള ക്ലാരിറ്റിയും ടെക്നോളജി ഇൻ്റഗ്രേഷനും എല്ലാം കൂടെ ചേരുമ്പോഴാണ്.